കേൾക്കുന്നുണ്ടോ? ഹലോ സ്റ്റുഡൻസ്, കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കേൾക്കാം. ശരി. അപ്പം നമ്മളിപ്പോ ക്ലിനിക്കൽ ഫാർമസിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടൈം കുറവായതുകൊണ്ട് ഈ ക്ലിനിക്കൽ ഫാർമസി പോലെയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് MCQ പഠിക്കാം. അതിന്റെ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓരോ ഏരിയ നമുക്ക് സംസാരിച്ച് പോവാം. അങ്ങനെ അല്ലാതെ ഈ സാധനം തീരത്തില്ല. ഓക്കെ. സോ ഞാൻ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയാം ക്ലിനിക്കൽ ഫാർമസിയിലുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത മിക്കതും നമുക്ക് എന്താ പറയാ എവിടെയെങ്കിലും ഒക്കെ കേട്ട് പരിചയമുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അതൊരു ഷോർട്ട് നോട്ടിലേക്ക് കുറിച്ച് വെക്കുക കേട്ടോ. ഇതൊന്നും പഠിക്കാനായിട്ട് ഒരു ദിവസം ഓരോ ചാപ്റ്റർ വെച്ചിട്ട് എടുത്ത് തീർക്കാന്നുള്ളത് അത്ര ഈസി അല്ല. നമുക്ക് എടുക്കാം, ക്ലിനിക്കൽ ഫാർമസി എടുക്കാം. പക്ഷെ ഇപ്പം 6:45 ഒരു 7:15 വരെ ക്ലിനിക്കൽ ഫാർമസി എടുത്തിട്ട് നമുക്ക് കോഗ്നോസിയിലേക്ക് പോകാം. കാരണം അത് എല്ലാത്തിനും 10 മാർക്ക് വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ, അറിയാലോ. അപ്പൊ നമുക്ക് മേജർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചിലപ്പോൾ എല്ലാവരും എഴുതുന്നതായിരിക്കും. ആരും എഴുതാത്തത് ഈ പറയുന്ന പോലെ തിയറിറ്റിക്കൽ ആസ്പെക്ട് കൂടുതലായിട്ട് വരുന്ന ടോപ്പിക്കാണ്. സോ അപ്പൊ നമുക്ക് അത് പഠിക്കാം. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ. ഓരോ ഡിസീസസ് അതിന്റെ പാത്തോളജി നമുക്ക് പറഞ്ഞിട്ടുണ്ട് സിലബസ് കണ്ടിട്ടുണ്ടോ? ക്ലിനിക്കൽ ഫാർമസിന്റെ സിലബസ് അറിയോ? എല്ലാവരും സിലബസ് കണ്ടിരുന്നോ ക്ലിനിക്കൽ ഫാർമസിന്റെ? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. രണ്ടുപേരെല്ലാം ജോയിൻ ചെയ്തിട്ടുള്ളൂ. രണ്ടുപേരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ ചോദിക്കുന്നത് ക്ലിനിക്കൽ ഫാർമസിക്കകത്ത് വരുന്നത് ഡിസീസ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ് ആൻഡ് പാത്തോഫിസിയോളജി. ഓക്കെ. സോ അതിനകത്ത് ട്യൂബർകുലോസിസ്, ഹെപ്പറ്റൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, എപ്പിലെപ്സി, ഡയബറ്റിസ്, പെപ്റ്റിക് അൾസർ, ഹൈപ്പർ ടെൻഷൻ, ഇത്രയും ഡിസീസ് ആണ് വരുന്നത്. ഓക്കെ. നമുക്കൊന്ന് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. ഓരോ ഡിസീസുകളും ഞാൻ പറയാം, നിങ്ങളൊന്ന് കേട്ടോ. ഏറ്റവും ആദ്യത്തത് നമ്മൾ ഏതാ പറഞ്ഞത്? ട്യൂബർകുലോസിസ് അല്ലെ? ട്യൂബർകുലോസിസ് എന്താ? ട്യൂബർകുലോസിസ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഉണ്ടാക്കുന്ന ഒരു ക്രോണിക് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ. മെയിൻലി ഉണ്ടാക്കുന്നത് 2 ഓർഗാനിസംസ് ആണ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസും റെയർ ആയിട്ട് മൈക്കോബാക്ടീരിയം ബോവിസും. ഇവർ 2 പേരുമാണ് ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്നത്. കേട്ടിട്ടുണ്ടാവും, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസും മൈക്കോബാക്ടീരിയം ബോവിസും. ഓക്കെ. 2 തരത്തിൽ ട്യൂബർകുലോസിസ് ഉണ്ട്. എൻ്റെ അടുത്ത് ഒരു മിനിറ്റ്, സ്ലൈഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ ഫസ്റ്റ് പേജാ ക്ലിനിക്കൽ ഫാർമസി. കാണാമോ? എന്തോ സ്ക്രീനിൽ ഇപ്പൊ എന്തുവാ കാണുന്നേ? ക്ലിനിക്കൽ ഫാർമസി എന്ന ഹെഡിങ്. ഓ, അതാണോ കാണുന്നേ? TV കാണാമോ? ആന്റി TV കണ്ടോ? ഇപ്പൊ കാണാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് നോക്കിയേ, ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഡിസീസ് ആണ് വിച്ച് ഇസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയത്തിന് ഡിഫറെന്റ് സ്ട്രെയിൻസ് ഉള്ള ആൾക്കാരായിരിക്കും TB ഉണ്ടാക്കാം. ട്യൂബർകുലോസിസ് 2 രീതിയിൽ TB ഉണ്ടാക്കാം. ഒന്ന് പൾമനറി, അത് ലങ്സിനെ അഫക്ട് ചെയ്യും. പിന്നെ എക്സ്ട്രാ പൾമനറി ആണ് നമ്മുടെ ഇൻഡസ്റ്റൈന്, ബോണ്, ജോയിന്റ്, സ്കിന്ന്, ലിംഫ് ഗ്ലാൻഡിനെയൊക്കെ അഫക്ട് ചെയ്യുന്നതാണ് എക്സ്ട്രാ പൾമനറി. കണ്ട, പൾമനറി എന്ന് പറഞ്ഞാൽ ലങ്സിനെ ആയിരിക്കും എഫക്ട് ചെയ്യുക. എക്സ്ട്രാ പൾമനറി എന്ന് പറഞ്ഞാൽ പ്ലൂറ, ലിംഫ് നോഡ്, അബ്ഡോമൻ, ജനൈറ്റോ യൂറിനറി ട്രാക്ട്, സ്കിന്ന്, ജോയിന്റ്സ്, ബോൺസ്, മെനിഞ്ചസിനെയൊക്കെ എഫക്ട് ചെയ്യുന്നതാണ് എക്സ്ട്രാ പൾമനറി. ഇനി ഒരു ആൾക്കാരും കൂടെ ഉണ്ട്, മിലിയറി ട്യൂബർകുലോസിസ് എന്ന് പറയും. മിലിയറിയുടെ വേറൊരു പേരാണ് ബ്ലഡിൽ എഫക്ട് ചെയ്ത ട്യൂബർകുലോസിസ്, സെപ്സിസ് പോലത്തെ ഒരു കണ്ടീഷൻ. അതായത് ഇത് ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് ആണ്. ഒരുപാട് ബാക്ടീരിയ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കയറും. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഈ ഒരു ഓർഗാനിസം നമ്മുടെ ബ്ലഡിൽ റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബോഡി
ത്രൂ ഔട്ട് ദ ബോഡിയിൽ ഇൻഫെക്ട് ചെയ്യുന്ന TB ആണ് മിലിയറി ട്യൂബർകുലോസിസ്. ആദ്യമേ ഈ പറയുന്ന പോലെ നമ്മുടെ ലങ്സിൽ തന്നെയായിരിക്കും ഇൻഫെക്ട് ചെയ്യുക. അവിടുന്ന് ഫർദർ ഇത് എന്ത് ചെയ്യും, ഈ മാക്രോഫേജ് നേരെ പോയിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് വരുന്നു, അവിടെ ഇവൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോറി, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. സോറി, വൺ തിങ്, ഇത്രേ ഉള്ളൂ. മെയിൻലി രണ്ടെണ്ണം, പൾമണറി, എക്സ്ട്രാ പൾമണറി, മിലിയറി ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. പിന്നെ TB ആരിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക? ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം HIV വരുന്ന ഒരാൾക്കാർ, ഇപ്പൊ എയ്ഡ്സ് ഒക്കെ വരുന്ന ആൾക്കാരിൽ HIV എന്ന് പറയുന്ന ഒരു വൈറസ് ബോഡിയിൽ കയറി കഴിയുമ്പോൾ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആകുമ്പോൾ അവർക്ക് എന്ത് പറ്റും? TB പോലെയുള്ള സസെപ്റ്റബിൾ ആയിട്ടുള്ള ക്രോണിക് ഇൻഫെക്ഷൻസ് വരും. ആ ഒരു ഡിസീസ് കൊണ്ടാണ് അവർ പിന്നീട് ഡെത്തിലേക്ക് പോകുന്നത്. ഓക്കെ, സോ കോസേറ്റീവ് ഓർഗാനിസം കണ്ടോ? ഏറ്റവും കോമൺ ആയിട്ടുള്ളത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. പിന്നീട് മൈക്കോബാക്ടീരിയം ബോവിസ് ഉണ്ടാക്കും, അത് റെയർ ആണ്. മൈക്കോബാക്ടീരിയം ആഫ്രിക്കാനം, അതും റെയർ ആണ്. വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. പക്ഷെ ട്യൂബർകുലോസിസ് മൈക്കോബാക്ടീരിയം ആ ഒരു ടൈപ്പ് ഓഫ് അല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് ലങ്സിൽ സ്പ്രെഡിങ് ഉണ്ടാക്കും. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കാം. സൈൻസ് എങ്ങനെയാണ്? യൂഷ്വലി പേഷ്യന്റിൽ പൈറക്സിയ ഉണ്ടാവും, അത് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. യൂഷ്വലി ഈവനിങ്ങിലാണ് ടെമ്പറേച്ചർ ഹൈക്ക് ഉണ്ടാവുക. ഓക്കെ, സിംറ്റംസിന് മെയിൻലി ഉണ്ടാവുക പൈറക്സിയ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാണുന്നത് പൾമണറി ട്യൂബർകുലോസിസിന്റെ കേസിൽ കഫ് ഉണ്ടാവാം. അല്ലാതെ യൂഷ്വലി പേഷ്യൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു സിംറ്റം ആണ് ഈവനിങ് ആവുമ്പോൾ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്യും. പിന്നെ നൈറ്റ് സ്വെറ്റ് ഉണ്ടാവും, ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവും, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, കഫ് പ്രൊലോങ്ഡ് ആയിട്ട് റെക്കറന്റ് ആയിട്ടുള്ള കഫ് ഉണ്ടാവും, ചെസ്റ്റില് പെയിൻ ഉണ്ടാവും, അപ്പർ ബാക്കിലും പെയിൽ ആയിട്ടുള്ള സ്കിന്നിന് ഒരു എന്താ പറയാ, വിളറിയ ഒരു പ്രകൃതമായിരിക്കും അവരുടെ സ്കിന്നിൽ ഉണ്ടാകുന്നത്. ഓക്കെ, സോ യൂഷ്വലി ആളുകൾ സിംറ്റംസ് ഒന്നും തന്നെ കാണിക്കില്ല. ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന സമയം കഫാണ് TBയിൽ കാണിക്കുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, 3 ആഴ്ച വരെ നിലനിൽക്കാവുന്ന ഒരു ചുമ, ദെൻ ആള് ഭയങ്കര ടയേർഡ് ആയിരിക്കും, ചെസ്റ്റിനൊക്കെ പെയിൻ ഉണ്ടാകാം, വെയിറ്റ് ലോസ്, പെട്ടെന്ന് നല്ല വണ്ണമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് കാണാൻ സാധിക്കും, ലോസ് ഓഫ് അപ്പറ്റൈറ്റും ഉണ്ടാവും. ഓക്കെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് കോഴ്സ് ട്രീറ്റ്മെന്റ് ആണ്. മൾട്ടിപ്പിൾ ആന്റിബയോട്ടിക്സ് അഡ്മിനിസ്റ്റർ ചെയ്താൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, പേഷ്യന്റിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെയുള്ള ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഈ ഒരു കേസിൽ ആവശ്യമാണ്. ഓക്കെ, ഇനി പ്രോപ്പർ ആയ ടൈമിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്തെങ്കിലും എന്ത് പറ്റും, പേഷ്യന്റ് ഡെത്തിലേക്ക് പോകും. ഓക്കെ, ഇനി വൺസ് നമ്മൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു, പേഷ്യന്റ് കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ചില സമയം റിലാപ്സ് അല്ലെങ്കിൽ റീആക്ടിവേഷൻ സംഭവിക്കാം. അതായത് ഈ ഒരു ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ കിടക്കും, ഡോർമെന്റ് ആയിട്ട് കിടക്കും, അതായത് അനങ്ങാതെ ഡോർമെന്റ് സ്റ്റേറ്റിൽ കിടക്കും. പിന്നീട് ആ ഒരു ഡോർമെന്റ് സ്റ്റേറ്റിൽ നിന്നായിരിക്കും ഇത് ആക്റ്റീവ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ പേഷ്യന്റിലെ ഇമ്മ്യൂണിറ്റി ഡിക്രീസ് ചെയ്യും, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നുള്ളത് വളരെ ശ്രദ്ധിച്ചു ചെയ്യണം. ഇപ്പം മിലിയറി ട്യൂബർകുലോസിസ് ഉണ്ട്, ബ്ലഡില് സ്ഫൂട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബ്രോങ്കിയൽ അൾസറേഷൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രീറ്റ്മെന്റ് നമ്മൾ ബ്ലഡില് TBയുടെ ആബ്സെൻസ് കാണുന്നത് വരെ ചെയ്യണം. പ്രൊലോങ്ഡ് ആയിട്ട് ഒരു 1 ഇയർ വരെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഓക്കെ, ഇനി പേഷ്യന്റ് TBയുടെ കേസിൽ പൾമണറി TB ഉള്ള കേസിൽ ചില സമയങ്ങളിൽ പേഷ്യന്റിന്റെ പൾമണറി ആർട്ടറി എന്താ ചെയ്യുന്നത്, കണക്ഷൻ ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് ദ ലങ് അല്ലെ. സോ പൾമണറി ആർട്ടറി ട്യൂബർകുലർ റീജിയനിൽ പൊട്ടിയിട്ട് അവിടെ റാപ്പിഡ് ആയിട്ട് ഹെമറേജും ഉണ്ടാകാം, ബ്ലീഡിങ്ങും ഉണ്ടാകാം. ഇതെല്ലാം യൂഷ്വലി കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് TB ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി കഫിലൂടെയാണ്. അല്ലെങ്കിൽ കഫ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, ആ ഒരു ലെഷൻസ് ഉണ്ടല്ലോ, നമ്മളിപ്പം ഒരാൾ ചുമക്കുകയാണ് അല്ലെങ്കിൽ അയാൾ തുമ്മുകയാണ്, അപ്പൊ ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു തുപ്പല് മറ്റൊരാളുടെ ബോഡിയിലേക്ക് എത്തുകയാണ് എങ്കിൽ അത് മെയിൻ കോസ് ഓഫ് റീസൺ ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇറ്റ് is spread through the air when an infected person cough, sneeze or talk. ഓക്കെ, അയാൾ ചുമക്കോ തുമ്മോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് പേഴ്സന്റെ അടുത്തുനിന്ന് അയാൾ സ്നീസ് ചെയ്യുമ്പോൾ ഉണ്ടായ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ അയാളോട് വർത്താനം പറയുമ്പോൾ എയറിൽ കൂടെ ഇത് നമ്മളിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ലേറ്റന്റ് സ്റ്റേജ് ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരുന്ന സമയം ഞാൻ പറഞ്ഞു പ്രൈമറി ഡിസീസും ഉണ്ട് ലേറ്റന്റ് ഇൻഫെക്ഷൻ സ്റ്റേറ്റും ഉണ്ട്. ചിലപ്പോൾ ആക്റ്റീവ് ആയിട്ട് നമുക്ക് ഡിസീസ് കാണാം, ചില സമയം ഈ ഓർഗാനിസം അനങ്ങാതെ ഒരു ഡോർമൻ സ്റ്റേറ്റിലേക്ക് വർഷങ്ങളോളം വന്നിട്ട് പിന്നീട് അത് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്തൊരു ആക്റ്റീവ് സ്റ്റേറ്റ് കാണിക്കാം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, ഇതൊന്നും അങ്ങനെ ചോദ്യമായിട്ട് വരില്ല. ഡയഗ്നോസ് ചെയ്യുന്നത് എക്സ്റേ, മൈക്രോസ്കോപ്പി, ഫ്ലൂയിഡിന്റെ കൾച്ചർ ചെയ്യുക, പിന്നെ ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ്, ഇതൊക്കെയാണ് നമുക്ക് യൂഷ്വലി ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ. ഇത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മൾ ഫാർമക്കോളജി എടുക്കുന്ന സമയം TB പഠിക്കാനുണ്ട്, ആ സമയം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, TB നമ്മൾ ഫാർമക്കോളജിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് വേറെ കെമിസ്ട്രി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതുവരെ ഒന്ന് വായിച്ചു നോക്കിക്കേ, ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഓക്കെ, ദെൻ പാത്തോഫിസിയോളജി പറയാനായിട്ടാണെങ്കിൽ ഈ ബാസിലസ് ഒരു എയറോബ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം മൈക്കോബാക്ടീരിയ ട്യൂബർകുലോസ് ഒരു ബാസിലസ് ആണ്. ഈ ബാസിലസ് എയറിൽ കൂടെ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് this is a bacillus and it is an aerobe. അതുകൊണ്ട് തന്നെ the lungs with high oxygen environment ആണ് ഏറ്റവും അനുയോജ്യം. അതായത് ഓക്സിജൻ നല്ലതുപോലെ കൂടിയിരിക്കുന്ന ഒരു എൻവിറോൺമെന്റ് കിട്ടുകയാണെങ്കിൽ ഇതിന് ഭയങ്കര അടിപൊളിയായിരിക്കും. ആൻഡ് ഈ ഇൻഫെക്റ്റിംഗ് ഓർഗാനിസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തത് നോസ് അല്ലെങ്കിൽ മൗത്തിൽ കൂടെ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ ലങ്സിലേക്ക് നേരിട്ടെത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ട്യൂബർകുലോസിസ്. ആൻഡ് ഈ ലങ്സിൽ നിന്ന് ഈ ഇൻഫെക്ഷൻ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം വഴി മറ്റുള്ള സ്ഥലത്തേക്ക് എത്തുകയാണെങ്കിൽ, ലിംഫ് ഗ്ലാൻഡിലേക്കൊക്കെ എത്തുകയാണ് എങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് വിളിക്കും. അപ്പൊ ഇത് ലിംഫ് ഗ്ലാൻഡിലെല്ലാം എൻലാർജ്മെന്റ് ഉണ്ടാക്കും, അവിടുന്ന് ബ്ലഡ് സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യും, മറ്റുള്ള ഓർഗൻസിലേക്ക് എത്തും, ജോയിന്റിലേക്ക് എത്തും, ടിഷ്യൂലേക്ക് എത്തും. ഓക്കെ, അതേപോലെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദറിൽ നിന്ന് ഇത് ഫീറ്റസിലേക്കും എൻ്റർ ചെയ്യും. എന്ന് വെച്ചാൽ പ്ലാസന്റയിൽ കൂടെയും ഇത് എന്ത് ചെയ്യാം, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും ട്യൂബർകുലോസിസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, സോ ക്ലിനിക്കൽ ഫാർമസിയിലെ ഫസ്റ്റ് ഡിസീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ TBനെ പറ്റിയിട്ട്? ചോദിച്ചോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല, ഉറപ്പാണേ. അപ്പം ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലിനിക്കൽ ഫാർമസിന്റെ ഒരു 10 ചോദ്യങ്ങൾ പഠിക്കാം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, സോ ബോറടിക്കില്ല. ക്ലിനിക്കൽ ഫാർമസി അത്ര ടയറിംഗ് അല്ല, ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഞാനൊരു 10 ക്വസ്റ്റ്യൻസിലേക്ക് പോവാണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസെൻട്രേഷൻ ഓഫ് ക്രിയാറ്റിനിൻ ഇൻ ദ സെറം ഈസ് യൂസ്ഡ് ആസ് എ മാർക്കർ ഓഫ്. ഇപ്പൊ ക്രിയാറ്റിനിൻ, യൂറിയ, ഇതൊക്കെ എന്തിന്റെ മാർക്കർ ആണ് എന്നാണ് ചോദ്യം. ലിവർ ഫംഗ്ഷന്റെ ആണോ, കിഡ്നി ഫംഗ്ഷന്റെ ആണോ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം അറിയാം. പാൻക്രിയാറ്റിക് ഫംഗ്ഷൻ ആണോ, ലങ് ഫംഗ്ഷൻ ആണോ, ഏതിന്റെയാണ്? റീനൽ ഫംഗ്ഷൻ. റീനൽ ഫംഗ്ഷൻ. റീനൽ ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടി വേറെയും ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഏതൊക്കെയാണ്? യൂറിയ, ക്രിയാറ്റിനിൻ, പിന്നെ വേറെ ടെസ്റ്റ് എന്തെങ്കിലും അറിയോ? യൂറിയ, ക്രിയാറ്റിനിൻ, പിന്നെ എന്തെങ്കിലും ടെസ്റ്റുകൾ അറിയാമോ? ഇല്ല. ബേസിക് ആയിട്ട് ഏറ്റവും എന്താ പറയാ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് യൂറിയയും ക്രിയാറ്റിനുമാണ്. ഇത് നോർമൽ വാല്യൂ എന്ന് പറഞ്ഞേ, ക്രിയാറ്റിന് നോർമൽ വാല്യൂ എന്ന് പറഞ്ഞേ. ക്രിയാറ്റിനിന്റെ ലെസ് ദാൻ 1, ഒരു 0.5 മുതൽ ഒരു എന്താ പറയാ 1 വാല്യൂ വരെ വരികയാണെങ്കിൽ ക്രിയാറ്റിനിൻ നോർമൽ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നോർമൽ വാല്യൂസ് എല്ലാത്തിന്റെയും അറിഞ്ഞിരിക്കണം. അപ്പൊ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ കിഡ്നീസ് എത്ര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, എത്ര ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ കിഡ്നി വേസ്റ്റിനെ ക്ലിയർ ചെയ്യുന്നു എന്നറിയാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. യൂഷ്വലി കിഡ്നി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ, ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ സാമ്പിൾ നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഗ്ലോമെറുലർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കിഡ്നി എത്ര ഇഫക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് സാധനങ്ങൾ, വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുന്നത് എന്നറിയാനായിട്ടാണ് നമ്മൾ ഗ്ലോമെറുലർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
ഇനി രണ്ട് മെയിൻ ഗ്ലോമറുലാർ ഫംഗ്ഷൻ ടെസ്റ്റ് നമുക്ക് പഠിക്കാം. അത് നമുക്ക് കിഡ്നി ഫെയിലിയറിന്റെ പഠിക്കുന്ന സമയം നമുക്ക് പഠിക്കാം. നമുക്ക് ക്രിയാറ്റിനിൻ ആൻഡ് യൂറിയ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ക്രിയാറ്റിനിൻ ആൻഡ് യൂറിയ. അപ്പൊ ക്രിയാറ്റിനും യൂറിയയും രണ്ടും നമുക്ക് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ക്രിയാറ്റിൻ ആണ് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ക്രിയാറ്റിനിൻ ആണ്. ഓക്കെ, യൂഷ്വലി ക്രിയാറ്റിനിൻ കൂടുന്നത് നമ്മുടെ കിഡ്നി ഫെയിലിയർ ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. അല്ലെങ്കിൽ മാസീവായിട്ട് മസിൽ ഡാമേജ് വരുന്ന സമയത്തും എന്തുണ്ടാവും, ക്രിയാറ്റിനിൻ കൂടും. അപ്പം യൂറിനും ക്രിയാറ്റിനും കിഡ്നി എത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നറിയാനാണ്, അത് അസസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബോഡിയിൽ കൂടുതലായിട്ട് ഇപ്പം എന്താ പറയാ മസിൽ ഡാമേജ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് പറ്റും, കിഡ്നി ഫംഗ്ഷൻ ഫെയിലിയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നോർമൽ ലെവൽ ഉണ്ട്, ബ്ലഡ് യൂറിയ നൈട്രജൻ ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ്, അപ്പൊ അതിന്റെ ഒരു ബുക്ക് ഇതിനു വേണ്ടി എടുത്തു വെക്കുക. നോർമൽ വാല്യൂ എല്ലാം എഴുതാനായിട്ട് ഒരു ബുക്ക് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യുക. ഞാൻ യൂറിയയുടെ നോർമൽ വാല്യൂ പറയാം. യൂറിയയുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 20 മുതൽ 40 mg/dL ആണ്. ഓക്കെ, യൂറിയ എന്ന് പറയുന്നത് 20 to 40 mg/dL അല്ലെങ്കിൽ 3 to 8 mmol/L. അപ്പം യൂഷ്വലി 20 to 40 mg/dL ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. ഇനി mmol കണ്ടാൽ ആലോചിക്കുക, 3 to 8 mmol ആണ്. ഓക്കെ, ക്രിയാറ്റിനിൻ ഞാൻ പറഞ്ഞു, ക്രിയാറ്റിനിന്റെ വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് എന്ന് പറഞ്ഞു. 0.5 to 1 എന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും ഒരു 0.7 to 1.2 mg/dL മുകളിൽ പോകില്ല. അപ്പൊ ക്രിയാറ്റിനിൻ നോർമൽ വാല്യൂ എഴുതുക 0.7 to 1.2. ഓക്കെ, 0.7 to 1.2. മനസ്സിലായല്ലോ. ഇനി യൂറിയയുടെ നമ്മൾ പറഞ്ഞു 20 മുതൽ 40 വരെയാണ് യൂഷ്വലി നോർമൽ. mg/dL കൺസിഡർ ചെയ്യുമ്പോൾ അത് യൂഷ്വലി 20 to 40 ആണ് നോർമൽ റേഞ്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, ചോദിച്ചോ. ഓക്കെ, ഇനി BUN എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് BUN? ബ്ലഡ് യൂറിയ നൈട്രജൻ എന്നാണ് ടെസ്റ്റിന്റെ പേര്. ബ്ലഡ് യൂറിയ നൈട്രജൻ എന്നാണ് ടെസ്റ്റിന്റെ പേര്. ഇതെന്താണ് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡിലുള്ള യൂറിന്റെ അളവ്. ഓക്കെ, സോ ബ്ലഡിലുള്ള യൂറിന്റെ അളവ് അറിയാനാണ് ബൺ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. യൂറിയ നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി റിമൂവ് ചെയ്യുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, സോ ബണ്ണിന്റെ നോർമൽ ലെവലിനേക്കാൾ മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ കിഡ്നി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണത് കാണിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഏതെങ്കിലും പോയിന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? ബണ്ണിന്റെ നോർമൽ ലെവൽ പറഞ്ഞില്ലല്ലോ. ബണ്ണിന്റെ നോർമൽ ലെവൽ 6 to 24 mg/dL. ഓക്കെ, ബണ്ണിന്റെ നോർമൽ വാല്യൂ 6 to 24 mg/dL. ഓക്കെ, 24 വരെ അത് നോർമൽ ആണ്. ആ നോർമൽ ലെവലിന് മുകളിൽ പോയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതൊരു അബ്നോർമാലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ 3 നോർമൽ വാല്യൂ ഞാൻ പറഞ്ഞു. യൂറിയ ഞാൻ പറഞ്ഞു 20 to 40 mg/dL. ബണ്ണിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു 6 to 24 mg/dL. ക്രിയാറ്റിനിന്റെ ഞാൻ പറഞ്ഞു, ക്രിയാറ്റിൻ എത്രയാണ്, 0.7 to 1.2 mg/dL. ക്ലിയർ ആണോ? അതെ. അപ്പൊ ഒരു ചോദ്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ക്രിയാറ്റിൻ ഇൻ ദ സെറം എന്ന് പറയുന്നത് എന്തിന്റെ മാർക്കറാണ്, ഹൗ വെൽ അവർ കിഡ്നി ഈസ് ഫങ്ഷനിങ് എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അതിന്റെ ആൻസർ കീയും കൂടെ ഒന്ന് ഇടാവേ. Yeah.
ഞാൻ ആൻസർ കീയും ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ഒന്ന് റീചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഓപ്ഷൻ ബി റീനൽ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലെവൽ ഓഫ് ആൽബുമിൻ പ്രസന്റ് ഇൻ യൂറിൻ ആസ് എ ഇൻഡിക്കേറ്റർ ഓഫ്. അപ്പം ആൽബുമിൻ നമ്മുടെ ബ്ലഡിൽ ഉണ്ട് എന്നിരിക്കട്ടെ, എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, ആൽബുമിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൽബുമിൻ എന്താ? അല്ലെങ്കിൽ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ബ്ലഡിലുള്ള ആൽബുമിന്റെ അളവ് അറിയാനാണ് നമ്മൾ ആൽബുമിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പം ആൽബുമിൻ നമ്മുടെ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്? അപ്പം കിഡ്നിയുടെ ഡാമേജ് ആണോ, അതോ ലിവറിന്റെ ഡാമേജ് ആണോ, അതോ കാർഡിയാക് ഡാമേജ് ആണോ, പാൻക്രിയാറ്റിക് ഡാമേജ് ആണോ, എന്തിന്റെ ഡാമേജ് ആണ് എന്നാണ്. യൂഷ്വലി നമ്മൾ നോക്കും ബ്ലഡില് ആൽബുമിന്റെ പ്രസൻസ് എത്രയുണ്ട്. ആൽബുമിൻ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൽബുമിൻ എക്സ്റ്റേണൽ ആയിട്ട് പേഷ്യന്റിലേക്ക് നമ്മൾ IV ലൈനിൽ കൂടെ അഡ്മിനിസ്റ്റർ ചെയ്യും. പക്ഷെ യൂറിനിൽ ആൽബുമിൻ ഉണ്ടെങ്കിൽ അത് പ്രോട്ടീനൂറിയ അല്ലെങ്കിൽ ആൽബുമിനൂറിയ എന്നാണ് കണ്ടീഷന് പറയുന്നത്. എന്താണ് നമ്മൾ പറയുന്നത്? പ്രോട്ടീനൂറിയ അല്ലെങ്കിൽ ആൽബുമിനൂറിയ എന്നാണ് കണ്ടീഷന് പറയുന്നത്. യൂഷ്വലി ആൽബുമിൻ നമ്മുടെ കിഡ്നി ഡിസീസ് ഉള്ളപ്പോഴാണ് കാണിക്കാറ്. ഓക്കെ, കിഡ്നി ഡിസീസ് ഉള്ള സമയത്താണ് നമ്മുടെ യൂറിനിൽ ആൽബുമിന്റെ പ്രസൻസ് കാണിക്കാറ്. അപ്പൊ നമ്മൾ GFR നോക്കും. GFR ഒരു 60-ന് മുകളിലാണോ എന്നുള്ള ഒരു ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്ത് നോക്കും. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കിഡ്നി ഡിസീസിന്റെ ഒരു സാധ്യത ആൽബുമിൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ആൽബുമിൻ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുന്നത് നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷൻ അറിയാനും ബ്ലഡിലെ ആൽബുമിന്റെ പ്രസൻസ് അറിയുന്നത് ലിവറിന്റെയും കിഡ്നിയുടെയും ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. ഓക്കെ, ആൽബുമിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ് കേട്ടോ. നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിലുള്ള ആൽബുമിൻ ഗ്ലോബുലിൻ കേട്ടിട്ടില്ലേ? അപ്പൊ ആൽബുമിൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ആണ്. ആൽബുമിൻ കുറയുക, ലോ ലെവൽ ഓഫ് ആൽബുമിൻ എന്തിനൊക്കെ കാണിക്കുന്നു? കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട്, ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ലോ ലെവൽ ഓഫ് ആൽബുമിന് കാരണമാണ്. ഇനി ഹൈ ലെവൽ ഓഫ് ആൽബുമിൻ ആണെങ്കിലോ ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ സിവിയർ ഡയറിയോ ഒക്കെ വരുമ്പോഴാണ് ആൽബുമിന്റെ ലെവൽ കൂടുന്നത്. ഓക്കെ, സോ നമ്മുടെ യൂറിനിൽ ഹൈ ലെവൽ ഓഫ് ആൽബുമിന് കാണിക്കുന്ന കണ്ടീഷനാണ് ആൽബുമിനൂറിയ. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് കിഡ്നി ഡിസീസ്. അത് നമ്മളുടെ കിഡ്നിയിൽ ഒരുപാട് ആൽബുമിൻ നമ്മുടെ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആൽബുമിനൂറിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടാകുന്നത്. യൂഷ്വലി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡാമേജ് ഓഫ് കിഡ്നി. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, ഡ്രഗ് റിമൂവൽ ഡ്യൂറിങ് ഡയാലിസിസ്. ഓക്കെ, ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഡയാലിസിസ് ചെയ്യാറുണ്ട് അല്ലെ. സോ ഡ്രഗ് റിമൂവൽ ഡ്യൂറിങ് ഡയാലിസിസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ചോദ്യം എന്താണ്? Drug removal during dialysis depends primarily on all the following factors except. അപ്പൊ ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ ഡ്രഗ്സ് എലിമിനേറ്റ് ചെയ്യുന്നത് ഏത് പ്രോസസ്സിൽ കൂടിയാ? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടിയാണ് ഹീമോഡയാലിസിന്റെ സമയം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ആവുന്നത്. അപ്പൊ ഒന്ന് നിങ്ങളുടെ ബുക്കിലേക്ക് നോട്ട് ചെയ്യുക, ഹീമോഡയാലിസിന്റെ സമയം ഡ്രഗ് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫ്യൂഷൻ. DIFFUSION. സോ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഡ്രഗ് ആണെങ്കിൽ, മോളിക്കുലാർ വെയിറ്റ് കൂടിയ ഡ്രഗ് ആണ് എങ്കിൽ അത് പതിയെ മാത്രമേ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ആകുകയുള്ളൂ. ഓക്കെ, സോ സ്മോളർ ഡ്രഗ്സ് ആണെങ്കിലോ, സ്മോളർ ഡ്രഗ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും റിമൂവ് ആവുക? ഒരു ലോവർ ക്ലിയറൻസ് ആയിരിക്കും അല്ലെ ഉണ്ടാവുക. സോ ഡ്രഗ്സ് വിത്ത് എ ഹയർ മോളിക്കുലാർ വെയിറ്റ് വിൽ ഡിഫ്യൂസ് more slowly and show a lower clearance. Okay, so molecular weight കൂടുന്നത് നമ്മുടെ ഡയാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ ഡ്രഗ് പ്രോട്ടീൻ ബൈൻഡിങ്, എത്രത്തോളം പ്രോട്ടീനോട് ബൈൻഡ് ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെ ഡ്രഗ് റിമൂവലിനെ ഡിപ്പെൻഡ് ചെയ്യും. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ ഡ്രഗ് സോളിബിലിറ്റി ഒരു തരത്തിലും നമ്മുടെ ഡയാലിസിന്റെ സമയത്ത് ഡ്രഗ് റിമൂവലിനെ
ബാധിക്കുന്നില്ല. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡ്രഗ് സോലുബിലിറ്റി മാത്രമാണ് അതിന്റെ അകത്ത് ഡ്രഗ് റിമൂവലിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫാക്ടർ വരുന്നത്. ഓക്കെ, സോ ഒരു ഡ്രഗ് ഡയാലിസിസിൽ കൂടെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനൊരു പോളാർ ക്യാരക്ടർ വേണം. ഓക്കെ, അത് പ്രോട്ടീൻ ബൈൻഡിങ്ങിന്റെ ക്യാരക്ടർ കാണിക്കണം. ലോവർ പ്രോട്ടീൻ ബൈൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനും കുറയും. ഓക്കെ, സോ റിമൂവൽ ടോക്സിൻസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന്റെ മെംബ്രെയിൻ പെർമിയബിലിറ്റി, സൈസ് ഓഫ് ദ സൊല്യൂട്ട്, പിന്നെ എത്രത്തോളം അതിന്റെ ഫ്ലോ റേറ്റ്, അതിന്റെ ടൈം ഒക്കെ അതിനകത്ത് ബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. സോ നമ്മുടെ ചോദ്യം എന്താണ്? ഡ്രഗ് റിമൂവൽ ഡ്യൂറിങ് ഡയാലിസിസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷന്റെ അകത്തുനിന്ന് ഏതിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യാത്തത്? സോ മോളിക്കുലർ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? സോ മോളിക്കുലർ സൈസ് കൂടിയ, വെയിറ്റ് കൂടുതലാണെങ്കിൽ പതിയെ മാത്രമേ അത് റിമൂവ് ചെയ്യുകയുള്ളൂ. മോളിക്കുലർ സൈസ് കുറവുള്ള ഒരു സാധനത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോളിക്കുലർ സൈസ് കൂടിയ ഒരു ഡ്രഗ് മോളിക്യൂള് പതിയെ മാത്രമേ ഡയാലിസിസിൽ കൂടെ പുറത്തേക്ക് പോവുള്ളൂ. പ്രോട്ടീൻ ബൈൻഡിങ്ങും അതുപോലെ തന്നെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡയാലിസിസ്. പക്ഷെ ഡ്രഗിന്റെ സോലുബിലിറ്റി മാത്രമാണ് ഡ്രഗ് ഡയാലിസിസിനകത്ത് ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫാക്ടർ. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, the drugs which is highly protein bound. Okay, പ്രോട്ടീൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഡ്രഗുകളുടെ പേര് അറിയാമോ? അറിയോ? പ്രോട്ടീൻ ബൗണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സിന്റെ എക്സാമ്പിൾസ് പറഞ്ഞേ. എന്താ പ്രോട്ടീൻ ബൗണ്ടഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രോട്ടീൻ ബൗണ്ടഡ് ഡ്രഗ്സ്? ഒന്ന് ഹോൾഡ് ചെയ്തേ. ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ അറിയുമ്പോൾ എന്താണ് പ്രോട്ടീൻ ബൈൻഡിങ് ഓഫ് ഡ്രഗ് എന്ന് അറിയണം അല്ലെ? സോ നമ്മുടെ പ്ലാസന്റൽ ബാരിയർ ക്രോസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് എന്താ പറയാ, ഡ്രഗിന് ഒരു ബാരിയർ ക്രോസ് ചെയ്യണമെങ്കിൽ ഡ്രഗിൽ ബൈൻഡിങ് ഉണ്ടായിരിക്കണം അല്ലെ? നമ്മുടെ ബോഡിയിലുള്ള ചില, ഇപ്പം ഗ്ലോബുലിൻ പറഞ്ഞു, ആൽബുമിൻ പറഞ്ഞു, അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് ഈ ഡ്രഗ്സ് എന്ത് ചെയ്യണം? ബൗണ്ടഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് സർട്ടൻ ഏരിയാസ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡ്രഗിൽ എപ്പോഴും എന്തായിരിക്കണം? ഒരു ഫ്രീ പോർഷൻ ഉണ്ടായിരിക്കും. ആ ഫ്രീ പോർഷൻ ബാക്കിയുള്ള ബോഡിയിലുള്ള മോയിറ്റീസുമായിട്ട് ബൈൻഡഡ് ആയെങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലാസന്റൽ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹൈലി ബൗണ്ടഡ് ആയിട്ടുള്ള, ഹൈലി പ്രോട്ടീൻ ബൗണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സിന്റെ പേരുകൾ ആദ്യം പഠിക്കുക. ഓക്കെ, സോ അതിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാം ഹൈലി പ്രോട്ടീൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. അപ്പം അതിന് എക്സാമ്പിൾസ് ഇത് തന്നെ പഠിച്ചോ. ഫെനറ്റോയിൻ, ഡിഗോക്സിൻ, വാർഫാരിൻ, ഇതെല്ലാം എന്താണ്? ഓൾ ദീസ് ആർ ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ്. ഇനി വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പം അസെറ്റസോളമൈഡ്, അമിയോഡറോൺ, അമിട്രിപ്റ്റിലിൻ, അറ്റോവാക്വിനോൺ, ബുമിറ്റിഡിൻ, അങ്ങനെ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യത്തേ ഉള്ളൂ, ഡ്രഗിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും. ആ ഫ്രീ ആയിട്ടുള്ള പോർഷൻ നമ്മുടെ ബോഡിയിലുള്ള എന്താ പറയാ പ്രോട്ടീൻസുമായിട്ട് ബൈൻഡഡ് ആയിട്ട് ഇരിക്കും. അങ്ങനെ ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള കുറച്ച് ഡ്രഗിന്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫെനറ്റോയിനും ഡിഗോക്സിനും വാർഫാരിനും എല്ലാം ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള ഡ്രഗ് ആണ്. സോ എക്സാമ്പിൾ എന്താണ്, അല്ലെങ്കിൽ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോർമൽ റേഞ്ച് ഓഫ് സിറം ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വാട്ട് ഇസ് എ നോർമൽ റേഞ്ച്? 0.5 to 1 എന്നുള്ള വാല്യൂ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. എന്തായാലും ലെസ് ദാൻ 1.4 താഴെ ഒരു വാല്യൂ കിടപ്പുണ്ടെങ്കിൽ അതാണ് നോർമൽ ക്രിയാറ്റിൻ ലെവൽ. അപ്പൊ 0.6 to 1.3 ആണ് അവിടുത്തെ ഉത്തരം. നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ട്. 0.5 to 1.5ന്റെ ഉള്ളില് ഉള്ള ഒരു വാല്യൂ ആയിരിക്കും ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? 2 to 3 mg per day. അത് ഉത്തരമാണോ? അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ?
2.4 to 3.4 mg/dl. അത് ഉത്തരമാണോ? അല്ല. 1.2 to 2.4 mg/dl. 1.2 to 2.4. 2.4 വരുമ്പോഴേ അയാൾക്ക് ഒരു കിഡ്നി ഡിസീസ് ഉണ്ടെന്ന ഇൻഡിക്കേറ്റ്. അപ്പൊ 1.5 താഴെ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. 0.6 to 1.3. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം, പെൻറ്റാമിഡിൻ അല്ലെങ്കിൽ നെബുപെന്റ് എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? പെൻറ്റാമിഡിൻ. എന്താണ് പേര് പറഞ്ഞത്? പെൻറ്റാമിഡിൻ. ഇതുപോലെ ഓരോ ഡ്രഗ് ചോദിക്കാം, ആ ഡ്രഗിന്റെ ബ്രാൻഡ് ചോദിക്കാം, ഏത് അസുഖത്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിക്കാം. സോ പെൻറ്റാമിഡിൻ എന്ന് പറയുന്നത് ന്യൂമോസിസ്റ്റിക് കാർണി ന്യൂമോണിയ, PCP എന്ന് പറയുന്ന ഒരു ഡിസീസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. സോ ഇവിടെ ചോദിച്ചിട്ടുണ്ട് പെൻറ്റാമിഡിൻ എന്ന് പറയുന്നത് എന്തിന്റെ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നതാണ്. സോ പി കാർണി ന്യൂമോണിയ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഉണ്ട്. സോ അതാണ് ഉത്തരം. സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ട് ഓപ്ഷനിൽ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ട്, സെറിബ്രൽ പാൾസി ഉണ്ട്. സോ പെൻറ്റാമിഡിൻ എന്ന് പറയുന്നത് എന്തിന്റെ ട്രീറ്റ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ന്യൂമോസിസ്റ്റിക് കാർണി ന്യൂമോണിയ എന്ന് പറയുന്ന ഡിസീസിനാണ് ഉപയോഗിക്കുന്നത്. ഇത് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു സീരിയസ് ടൈപ്പ് ഓഫ് ന്യൂമോണിയയാണ്. ഈ ന്യൂമോണിയ ഉണ്ടാകുന്ന ആളുകളിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ ക്യാൻസർ പേഷ്യന്റ്, ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്, എയ്ഡ്സ് ഉള്ള പേഷ്യൻസ് ഒക്കെ ഇമ്മ്യൂൺ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആയിരിക്കും. അവരിലായിരിക്കും നമ്മൾ എന്തുപയോഗിക്കുന്നത്? പെൻറ്റാമിഡിൻ ഉപയോഗിക്കുന്നത്. സോ പെൻറ്റാമിഡിൻ ഈസ് യൂസ്ഡ് ഫോർ ന്യൂമോസിസ്റ്റിക് ന്യൂമോണിയ അല്ലെങ്കിൽ ന്യൂമോസിസ്റ്റിക് കാർണി ന്യൂമോണിയയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഇഫക്റ്റീവ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ ഫോസ്ഫറ്റീമിയ. അപ്പം ആ വേർഡ് തന്നെ നോക്കിയേ, ഹൈപ്പർ ഫോസ്ഫറ്റീമിയ. അപ്പൊ ഫോസ്ഫറ്റീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ്ഡ് ഫോസ്ഫറസ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഇൻ ദ ബ്ലഡിനെയാണ് നമ്മൾ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ എന്ന് പറയുന്നത്. അപ്പം ഫോസ്ഫറസ് കുടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറ്റും? കിഡ്നി ഡിസീസ് ഉണ്ടാവും, തൈറോയിഡിസം ഉണ്ടാവും, ആസിഡോസിസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഹൈപ്പർ ഫോസ്ഫറ്റീമിയ നമുക്ക് നമ്മുടെ മെഡിസിൻസ്, ഡയാലിസിസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മാറ്റാനായിട്ട് സാധിക്കും. സോ ഈ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ വരുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഡിസീസ് ആണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, അലൂമിനിയം ബേസ്ഡ് ഡിസീസ് ആയിരിക്കോ, കാൽസ്യം ബേസ്ഡ് ഏജൻസ് ആയിരിക്കോ കൊടുക്കുക, അല്ലെങ്കിൽ അലൂമിനിയം ഫ്രീ ഏജൻസ് ആണോ കൊടുക്കുക, കാൽസ്യം ഫ്രീ ഏജൻസ് ആണോ കൊടുക്കുക എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, റീനൽ ഡിസീസ് ഉള്ള ആൾക്കാർ, അത് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉള്ള ആളുകളില് ഫോസ്ഫേറ്റ് എക്സ്ക്രീഷനും കുറവായിരിക്കും. ഓക്കെ, സോ കിഡ്നി ഡിസീസ് ഉള്ള ആളുകളിൽ ഫോസ്ഫേറ്റ് എക്സ്ക്രീഷൻ കുറവായിരിക്കും. ഫോസ്ഫേറ്റ് എക്സ്ക്രീഷൻ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്ലഡിലുള്ള ഫോസ്ഫേറ്റിന്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, ഫോസ്ഫേറ്റിന്റെ അളവ് കൂടുക എന്ന് പറയുന്ന ഡിസീസ് കണ്ടീഷൻ ആണ് നമ്മൾ പറഞ്ഞ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ. അപ്പൊ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ഉള്ള പേഷ്യൻസിന് നമുക്ക് പ്ലാസ്മയിലുള്ള കാൽസ്യത്തിന്റെ ലെവൽ കുറവായിരിക്കും. ഓക്കെ, സോ അത്തരം പേഷ്യന്റില് ബോൺ ലോസ് ഉണ്ടാവാം, യുറീമിക് ആയിട്ടുള്ള ബോൺ ഡിസീസും ഉണ്ടാവും. സോ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ഉള്ള പേഷ്യന്റിൽ നമുക്ക് കൊടുക്കേണ്ടത് കാൽസ്യം ഫോസ്ഫേറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, കാരണം ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഈ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനും കുറയും. അപ്പൊ നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കുന്നത് കാൽസ്യം ബേസ്ഡ് ആയിട്ടുള്ള ഏജന്റുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കൊടുത്താൽ മാത്രമേ അവിടെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ ഉണ്ടാവുള്ളൂ. സോ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹൈപ്പർ ഫോസ്ഫറ്റീമിയയുടെ ഫസ്റ്റ് ലൈൻ ഏജന്റ് ആണ് കാൽസ്യം ബേസ്ഡ് ഏജന്റ് കൊടുക്കേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കുറയുന്നതുകൊണ്ടാണ് കാൽസ്യം ബേസ്ഡ് ഏജന്റ് കൊടുക്കുന്നത്. ദെൻ റാപ്പിഡ് സിവിയർ പെയിൻ ഇൻ ദ ബിഗ് ടോ ഈസ് ദ മോസ്റ്റ് കോമൺ സിംറ്റം ഓഫ് ഏത് കണ്ടീഷൻ ആണ്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ, അതോ ഗൗട്ട് ആണോ, അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണോ, ഓസ്റ്റിയോപോറോസിസ് ആണോ എന്നാണ് ചോദ്യം. സോ ഗൗട്ട് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണ്.
അവിടെ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ നമ്മുടെ ജോയിന്റ്സിന് ഉണ്ടാകാം. ഒരു 2 ആഴ്ച നീണ്ടു നിന്നിട്ട് കുറഞ്ഞു പോകുന്ന ഒരു ഡിസീസാണ്. 2 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഉണ്ടാകാം. ഓക്കെ, യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ദെൻ ഓസ്റ്റിയോപോറോസിസ്, അങ്ങനെ ഡിഫറെന്റ് കണ്ടീഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് പെടുന്നതിനുള്ള ഒരു സിവിയർ റാപ്പിഡ് പെയിൻ വിത്ത് ബിഗ് ടോ എന്ന് പറയും. ബിഗ് ടോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ കാലിന്റെ വലിയ വിരലിന്റെ തൊട്ടിപ്പത്തുള്ള ആ ഒരു ടോ ഇങ്ങനെ ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കും. അതിനെയാണ് നമ്മൾ ബിഗ് ടോ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗൗട്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ ഇസ് primary site of action of spironolactone. So spironolactone മെയിൻ ആക്ഷൻ വരുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ആണോ, ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ആണോ, PCT ആണോ, DCT ആണോ? സോ ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്ലോമുലാർ ഫിൽട്രേഷന് വേണ്ടി ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, പിന്നെ അസെൻഡിങ് ലൂപ്പ് ഉണ്ട്, ഡിസെൻഡിങ് ലൂപ്പ് ഉണ്ട്, ദെൻ കൺവലക്റ്റഡ് ട്യൂബ്യൂൾ തന്നെ പ്രോക്സിമൽ കൺവലക്റ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്, ഡിസെൻഡിങ് കൺവലക്റ്റഡ്, ഡിസ്റ്റൽ കൺവലക്റ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്. ഇതിന്റെ അകത്ത് സ്പൈറനോലാക്ടോണിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആക്ഷൻ ഉള്ളത് പ്രൈമറി സൈറ്റ് ആയിട്ടുള്ള അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻഡിനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, ബീറ്റ കാരോട്ടിൻ എന്തിന്റെ പ്രിക്കോസർ ആണ് എന്നാണ് ചോദ്യം. ബീറ്റ കാരോട്ടിൻ ഇറ്റ് ഈസ് ദ പ്രിക്കോസർ ഓഫ് വൈറ്റമിൻ എ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, സോ ഇറ്റ് ഈസ് വൈറ്റമിൻ എ ആണ് ബീറ്റ കരോട്ടിന്റെ പ്രിക്കോസർ. ഇറ്റ് ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ഇൻ ഓട്ടോ ഇമ്മ്യൂൺ ഹീമോ വെയിറ്റ് 10 ക്വസ്റ്റ്യൻസ് ആയല്ലോ. 10 ക്വസ്റ്റ്യൻസ് ആയല്ലോ. അടുത്ത ഒരു ഡിസീസ് പഠിക്കാം. നെക്സ്റ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, അടുത്ത ഒരു ഡിസീസ് പഠിച്ചിട്ടുണ്ട്. അടുത്ത ഡിസീസ് റുമറ്റോ. ഇപ്പൊ നമ്മൾ റുമറ്റോ ഇപ്പൊ ഒരു ചോദ്യം നമ്മൾ പഠിച്ചല്ലോ. എന്തായിരുന്നു നമ്മുടെ ചോദ്യം? റാപ്പിഡ് അല്ലെങ്കിൽ സിവിയർ പെയിൻ ആൻഡ് ബിഗ് ടോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു. അപ്പൊ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്താണ്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമിക് ഡിസീസ് characterized by inflammation of the connective tissue. നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമിക് ഡിസീസ് ആണ്. നമ്മുടെ ബോണിന് ചുറ്റുമുള്ള കണക്റ്റീവ് ടിഷ്യൂവിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഡിസീസ് ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഏത് പ്രായക്കാരിലും വരാം, ഏത് പ്രായത്തിലും ഏത് സെക്സിലും വരാം. പക്ഷെ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് കാണുന്നത്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. മറക്കരുതേ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അവിടെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡി പ്രോട്ടീനെ ഒന്നും ഐഡന്റിഫൈ ചെയ്യാതെ അതൊരു ഫോറിൻ പാർട്ടിക്കിൾ ആണ്, ഒരു ആന്റിജൻ ആണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ആന്റിബോഡീസ് ഉണ്ടാക്കുന്നു. മനസ്സിലായോ? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റുകൾ ഉണ്ടല്ലോ, ഇപ്പൊ കൈമുട്ട്, കാൽമുട്ട്, ഇപ്പൊ നമ്മുടെ കൈ വിരലുകളിലാണെങ്കിൽ നമ്മുടെ കൈ വിരലിന്റെ ഓരോ ചെറിയ ചെറിയ മുട്ടുകളിലെയും എന്താ പറയാ ബോണിനെ കവർ ചെയ്തിട്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഈ കണക്റ്റീവ് ടിഷ്യൂ വീർക്കുന്നത് കൊണ്ടാണ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ആർത്രൈറ്റിസ് നമ്മുടെ ബോഡി എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ടിഷ്യൂലുള്ള ഈ കണക്റ്റീവ് ടിഷ്യൂവിന് ഒരു ആന്റിജൻ ആയിട്ട് പുറത്തുനിന്നുള്ള ഒരു വസ്തുവാണെന്ന് വിചാരിക്കും. നമ്മുടെ ബോഡിയുടെ തന്നെ പാർട്ടാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യില്ല. അപ്പം ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം അല്ലെ. പുറത്തുനിന്നുള്ള ഫോറിൻ ബോഡിയാണ് ആന്റിജൻ. ആ ആന്റിജനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നതാണ് ആന്റിബോഡീസ്. സോ നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജൻ ആയിട്ട് നമ്മുടെ ബോഡിയിലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂവിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡി ആന്റിബോഡീസ് ഉണ്ടാക്കുന്നു. ഈ ആന്റിബോഡീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് റുമറ്റോയിഡ് ഫാക്ടർ. എന്താണ് നമ്മൾ വിളിക്കുന്നത്? റുമറ്റോയിഡ് ഫാക്ടർ. അപ്പൊ നമ്മൾ റുമറ്റിക് ആർത്രൈറ്റിസുമായിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസുമായിട്ട് പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ നോക്കും പേഷ്യന്റിന്റെ ബ്ലഡിൽ റുമറ്റോയിഡ് ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കും. സോ ദ ആന്റിജൻ റിയാക്ട് വിത്ത് ദ ആന്റിബോഡി ടു ഫോം ആൻ ഇമ്മ്യൂൺ കോംപ്ലക്സ്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ആന്റിജനുമായിട്ട് ഈ ആന്റിബോഡി കമ്പൈൻ ചെയ്തൊരു ഇമ്മ്യൂൺ കോംപ്ലക്സ് ഉണ്ടാക്കും. ഈ ഇമ്മ്യൂൺ കോംപ്ലക്സ് നമ്മുടെ ബോഡിയിലെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താ?
ഒരു സീരീസ് ഓഫ് പ്രോട്ടീനാ കേട്ടോ. ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് പ്രോട്ടീൻ ആണ്. ഈ സീരീസ് ഓഫ് പ്രോട്ടീൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആ കോംപ്ലിമെന്റിനോട് എന്ത് ചെയ്യാൻ തോന്നും? ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് തോന്നും. ഇപ്പൊ നമുക്കിപ്പോ എവിടെയെങ്കിലും ഒരു ഇടി കിട്ടുമ്പോൾ അവിടെ നീര് വെച്ച് വരും. ആ നീര് വെച്ച് വരുന്നത് എന്താ? ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ. അതേപോലെ ഈ കോംപ്ലിമെന്റ്, ഈ പ്രോട്ടീനുകൾ ഇങ്ങനെ അടുങ്ങി ഇരിക്കുമ്പോൾ ബോഡി ഇതിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമ്പോൾ ഈ ജോയിന്റുകളിൽ എന്ത് പറ്റും? ആ ജോയിന്റിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡിന്റെ ഇപ്പുറത്തുള്ള കണക്റ്റീവ് ടിഷ്യൂ മുഴുവനായിട്ട് നീർക്കെട്ടുണ്ടാകുന്നു. ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെയാണ്, ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനെയാണ് നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. യൂഷ്വലി ഉണ്ടാകുന്ന സൈൻസ് എന്താ? ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വെയിറ്റ് ലോസ്, ഫീവർ, അതേപോലെ ഈ പർട്ടിക്കുലർ ജോയിന്റ്സ് എല്ലാം റെഡ് ആകും, ഇൻഫെക്ഷൻ ഉണ്ടാകും. അവിടെ ഈ പെരിഫറൽ ആയിട്ടുള്ള ജോയിന്റുകളില്ലേ, നമ്മുടെ കൈമുട്ട്, കാൽമുട്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം എന്ത് പറ്റും? ഇങ്ങനെ നീര് വെച്ച് റെഡ്നെസ്സോടുകൂടി ഇരിക്കും. മനസ്സിലായോ? നീര് വെച്ച് റെഡ്നെസ്സോട് കൂടി ഇരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇനി ആദ്യ സമയങ്ങളിൽ ഇവിടെ ചുമപ്പും വേദനയും നീരും ഒക്കെ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ആ ജോയിന്റുകൾ ഇങ്ങനെ തീർത്തിരിക്കും. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിന്റിൽ സ്റ്റിഫ്നെസ് വരും. മെയിൻലി ഇപ്പൊ പേഷ്യൻസിനോട് ചോദിച്ചാൽ അവർ പറയും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ കല്ലിച്ച പോലെ ഇരിക്കുകയായിരുന്നു. അവർക്ക് പേഷ്യൻസിന് ഭയങ്കര പെയിൻ ആയിരുന്നു. എണീറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ സ്റ്റിഫ്നെസ് ഒന്ന് മാറിയെന്ന് പറയും. സോ ദിസ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സൈൻ ഓഫ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓക്കെ, ദെൻ പേഷ്യന്റ് എണീറ്റ് ഒരു അരമണിക്കൂർ എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഈ സ്റ്റിഫ്നെസ് അവർക്ക് മാറുകയുള്ളൂ. കുറച്ചും കൂടെ കാലം കഴിയുമ്പോൾ എന്ത് പറ്റും? കൈകളുടെ എല്ലാം ഷേപ്പ് ഒക്കെ മാറും. ഇങ്ങനെ വളഞ്ഞൊക്കെ ആയിരിക്കും കൈ ഇരിക്കുക. അതേപോലെ കുറച്ചും കൂടെ നാൾ കഴിയുമ്പോൾ കൈയും കാലും അവർ വിചാരിക്കുന്ന പോലെ അവർക്ക് നീർക്കാനും സാധിക്കും. ഓക്കെ, സോ ഇത്രയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസിനെ പറ്റി ബേസിക് ആയിട്ട് പറയാനുള്ളത്. സോ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് മെയിൻ സൈൻസ് ആൻഡ് സിംപ്റ്റം വെയിറ്റ് ലോസ്, എക്സോഷൻ, ഫീവർ, റെഡ്നെസ്, പെരിഫറൽ ജോയിന്റ്സ് ഇൻഫ്ലമേഷൻ, കുറച്ചും കൂടെ കഴിയുമ്പോൾ സ്റ്റിഫ്നെസ്, പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഡീഫോമിറ്റി, പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഒട്ടും അനക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. ഈ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ. പേഷ്യന്റിന് വിശപ്പ് ഫീൽ ചെയ്യേയില്ല. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഡോണ്ട് ഫീൽ ഹംഗ്രി, അല്ലെങ്കിൽ ആഹാരം കഴിക്കണം എന്നൊരു ഫീലിംഗ് ഇല്ലാതിരിക്കുക, അതിനെയാണ് നമ്മൾ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. ചിലപ്പം ചില ആൾക്കാരിൽ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ വരെ അവർക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകാം. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആളുകളിലും എന്ന പോലെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടാകാം. ഓക്കെ, സോ ഇത്രയും 2 ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു, 10 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ടൈം 7:25. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് റീജോയിൻ ചെയ്യാം. നമുക്ക് കോഗ്നോസി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.